നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് അത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഒലത്തനായിട്ട് തയ്യാറാക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ അരക്കിലോ ചീവക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൂർക്കയാണ് ഇത്. ഞാൻ ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു പഴയ തുണിയിലോ ഒരു ചെറിയൊരു തുണി കൊടുത്ത സഞ്ചിയിലോ കെട്ടി ഇങ്ങനെ അത് ഒതുക്കി ചേർത്ത് ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചടിച്ചാണ് അതിൻ്റെ തൊലി കളയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചിരണ്ടി എടുക്കുക. ചിരണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ കറയൊക്കെ ആവാറുണ്ട്. ഞാൻ ഇതാണെങ്കിൽ ചീവക്ക ഇതുപോലെ ഈ രീതിയിലാണ് ചീകി ഇട്ടേക്കുന്നത്. ഇതേ രീതിയിലാണ് ചീകി ഇട്ടേക്കുന്നത്. കഴുകി അതിൻ്റെ കുറേ നേരം വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 3-4 വെള്ളത്തിൽ കഴിയുമ്പോൾ ആ മണ്ണൊക്കെ അങ്ങ് പോകും. കഴുകി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. നമുക്കൊരു ചീനിച്ചട്ടി ഉള്ള ഒരു പാത്രം എടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കഴുകിയെടുക്കാം. നമുക്കിനി അതിനകത്തോട്ട് ഇച്ചിരി തേങ്ങക്കൊത്തിടാം. ഒന്ന് ഇത്രയുണ്ട്. ഇതേ രീതിയിലാണ് നമുക്കത് അതിനകത്തോട്ടിടാം. നമുക്ക് അതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് അതിനകത്തോട്ട് അല്പം മുളക് പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കാം. നമുക്ക് എന്നിട്ട് ഉപ്പ് പാകത്തിന് വേണം ചേർക്കാൻ. നമുക്കൊന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് പുരട്ടി വെക്കാം, ഈ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇച്ചിരി അല്പം കരിയാപ്പിലയും കൂടി ഇടാം. നമുക്ക് പാകത്തിന് കുറച്ച് വെള്ളം, ഈ കൂർക്ക ഈ ചീവക്കിഴങ്ങ് വേവാനുള്ള വെള്ളം നമുക്ക് ചേർക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. പിന്നെ വലിയ വേവൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് സ്റ്റൗ കത്തിക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് വേവുണ്ട്. ഒന്ന് വെന്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഇത് നമുക്ക് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. കണ്ട, അല്പം വെള്ളം മാത്രമേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ച് നോക്കാം, കൈ കൊണ്ട് നോക്കാം എങ്ങനെ വെന്തിട്ടുണ്ടോ എന്ന്. ഒരുമാതിരി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. ഇഞ്ചട്ടി വെക്കാം. അതൊന്ന് വെള്ളം പറ്റിയിട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. അതിനകത്തോട്ട് നമുക്ക് അല്പം കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടണം. നമുക്ക് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് നമുക്ക് അല്പം വറ്റൽമുളക് ഇടാം. സവാളയുടെ അരമുറി നമ്മൾ എടുത്തിട്ടുള്ളൂ. കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇച്ചിരി വെളുത്തുള്ളി ഉണ്ട്, നമുക്ക് അത് ചേർക്കുവാണ്. അത് നമുക്ക് വെളുത്തുള്ളി എപ്പോഴും നല്ലതാണ്. അതിൻ്റെ ഫ്ലവറൊക്കെ കിട്ടുന്നുണ്ട്, നല്ലതാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇടാം അതിനകത്തോട്ട്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇതായിട്ട് വന്ന് വാടി വരണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. ഏറ്റവും നല്ലതാണ് കുരുമുളക് പൊടി. നമുക്ക് ഈ ഒലത്തിനെടുക്കുന്ന ഏറ്റവും നല്ലതാണ്. ഒരു എരിവൊക്കെ കിട്ടും, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. മുളക് പൊടി ചേർക്കാം. നമുക്ക് അതിനകത്ത് ഗരം മസാല ചേർക്കാം. ഗരം മസാലയൊക്കെ നല്ലൊരു അതിൻ്റെ ഒരു മണം കിട്ടും, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. നമുക്ക് ഇനി അതിനകത്തോട്ട് ഇത് ഈ വേവിച്ച് വെച്ചേക്കുന്ന ചീവക്കിഴങ്ങ് അങ്ങോട്ടിടാം. നമുക്ക് എത്രമാത്രം അത് മൊരിഞ്ഞ് അതായിട്ട് കിട്ടണം അതനുസരിച്ച് നമുക്ക് വയറ്റി ഇങ്ങനെ എടുക്കാം. തുറന്ന് വെച്ച് വേണം നമ്മളിത് ചിക്കി തൊത്തി എടുക്കാൻ. എത്രമാത്രം മൊരിയണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം നമ്മളത് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് അത് മൊരിച്ചെടുക്കാവുന്നതാണ്. ആ രീതിയിലാണ്
ഒലത്തനായിട്ട് എടുക്കുന്നത്. നമുക്ക് എത്രമാത്രം മൊരിഞ്ഞ് വേണമെന്ന് വെച്ചാൽ അതേ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. നമ്മൾ ഇതിനൊരു ചെറിയൊരു മണമൊക്കെ ഉണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മസാലയുടെ മണമൊക്കെ ഒരുപാട് കൂടുതലാണ്. നോയമ്പ് കാലങ്ങളൊക്കെ നമുക്കിതെടുത്ത് ഇങ്ങനെ ഓലത്തനായിട്ട് നമുക്ക് ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റത്തില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇതേ രീതി മസാലയൊക്കെ ഇട്ട് ചീവക്കിഴങ്ങ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് എത്രമാത്രം മൊരിയണം വെച്ചാൽ അത്രമാത്രം കിടന്ന് മൊരിയണം. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.